സോ വെൽക്കം ബാക്ക്. നമ്മളിനി തോണ്ടൈക്കിൻ്റെ യൂണിറ്റ് 3 സൈക്കോളജിയിൽ തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് നോക്കുന്നത്. ഈ തിയറിയെ തന്നെ തിയറി ഓഫ് കണക്ഷനിസം എന്നും അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആരാണ് എഡ്വേർഡ് ലീ തോണ്ടൈക്ക് എന്ന് നോക്കാം. ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഒരു പൈനിയർ തന്നെയാണ് അദ്ദേഹം എന്ന് പറയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് ദ തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നാണ് അതറിയപ്പെടുന്നത്. വിച്ച് എക്സ്പ്ലെയിൻസ് ലേണിംഗ് ആസ് ദ പ്രോസസ് ഓഫ് ഫോമിങ് അസോസിയേഷൻസ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്? അസോസിയേഷൻസ് അല്ലെങ്കിൽ കണക്ഷൻസ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആരൊക്കെ തമ്മിലാണ് കണക്ഷൻസ് ഫോം ചെയ്യുന്നത്? ഒന്ന് സ്റ്റിമുലിയും മറ്റൊന്ന് റെസ്പോൺസും. ഓക്കെ, അപ്പോൾ സ്റ്റിമുലിയും റെസ്പോൺസും തമ്മിൽ കണക്ഷൻ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ബിഹേവിയറിസ്റ്റ് തിയറിക്ക് നൽകിയൊരു ഫൗണ്ടേഷൻ കൂടിയാണ് ഈ ഒരു കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി. തോണ്ടൈക്ക് അദ്ദേഹത്തിൻ്റെ ഏർലി എക്സ്പെരിമെൻറ്റ്സ് എല്ലാം പല ജീവികളിലും ചെയ്തിട്ടുണ്ട്, ലൈക്ക് കാറ്റ്സ്, ഡോഗ്സ്, ഫിഷ്, മോങ്കീസ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം എന്തിനാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പല റാൻഡം അറ്റംപ്റ്റിലൂടെയും റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയും നമുക്ക് സക്സസ്ഫുൾ റെസ്പോൺസസ് കിട്ടും, അല്ലെങ്കിൽ ലേണിംഗ് നമുക്ക് പോസിബിൾ ആണ്. ഈവൻ ഈ മൃഗങ്ങളെ പോലും നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹ്യൂമൻസും ഈ ആനിമൽസ് ലേൺ ചെയ്യുന്ന സിമിലർ മാനറിൽ തന്നെയാണ് ലേൺ ചെയ്യുന്നത്. അല്ലാതെ റീസണിങ്ങോ ഒരു സഡൻ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച കൊണ്ടൊന്നല്ല കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എന്നാണ് തോണ്ടൈക്ക് പറഞ്ഞത്. പക്ഷേ ഗ്രാജുവൽ കണക്ഷൻസിലൂടെ ദാറ്റ് ഈസ് ബിൽഡ് ഫ്രം ദ എക്സ്പീരിയൻസ്. പല കാര്യങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് ഈ മാജിക് ക്യൂബിലൂടെ പറയാം. മാജിക് ക്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇതിന് നമുക്ക് കിട്ടുമ്പോൾ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇതായിരിക്കും. പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്വിസ്റ്റ് ചെയ്ത് അത് പല കളറ് പല ഷെയ്ഡിൽ പല ഭാഗത്തായി പോകും. പിന്നെ അത് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ആ രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പലരും ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ആദ്യം അവരൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു വേയിലൂടെ അത് ചെയ്യും, സക്സസ്ഫുൾ ആവില്ല, ദേ വിൽ കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ്. ഒരു ലാസ്റ്റ് ഫേസിൽ ചിലപ്പോൾ ചിലർക്ക് ഒട്ടും ഇത് കിട്ടൂലായിരിക്കും, പക്ഷെ കിട്ടുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഫൈനലി അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ കൊണ്ടുവരാറുണ്ട്. ഇനി മേജർ കോൺസെപ്റ്റ്സ് ഓഫ് തോണ്ടൈക്സ് തിയറി. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ്. അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും, കുറേ തെറ്റുകൾ സംഭവിക്കും, ഫൈനലി നമ്മളൊരു വേ കണ്ടുപിടിക്കും എന്നുള്ളതാണ് തോണ്ടൈക്കിൻ്റെ തിയറി. അതായത് മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളതാണ് ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്രിമെൻ്റൽ, അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷെ കണ്ടിന്യൂസ് സ്റ്റെപ്സ് ആയിരിക്കും. അതായത് ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന പോലെ ആയിരിക്കും നമ്മൾ ഈ ട്രയൽ ആൻഡ് എറർ തിയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മീഡിയേറ്റഡ് ബൈ ഐഡിയാസ്. അതിന് പ്രത്യേകിച്ച് ഐഡിയാസോ റീസണിങ്ങോ ഇൻസൈറ്റോ ഇതിനൊന്നും പ്രത്യേകിച്ച് ട്രയൽ ആൻഡ് എറർ തിയറിയിൽ ഒരു റോളുമില്ല. അദ്ദേഹം പറയുന്നത് മാമൽസ് ലേൺ ഇൻ ദ സെയിം വേ. അതായത് ഹ്യൂമൻസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, മാമൽസ് എല്ലാവരും ഒരേപോലെയാണ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആസ് പെർ ആസ് തോണ്ടൈക്ക് എന്താണ്? മെക്കാനിക്കലാണ്, ഒബ്ജക്റ്റീവാണ്, ഫിസിക്കൽ ബിഹേവിയർ ആണ് അത് കൂടുതലായിട്ടും റാദർ ദാൻ മെൻ്റൽ റിഫ്ലക്ഷൻ. ഇനി ട്രയൽ ആൻഡ് എറർ തിയറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൽ കുറേ കീ കോൺസെപ്റ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അദ്ദേഹം ആദ്യം പറയുന്നു ലേണേഴ്സ് മേക്ക് റാൻഡം അറ്റംപ്റ്റ്സ് ടു സോൾവ് എ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതിൽ പല രീതിയിൽ അത് അറ്റംപ്റ്റ് ചെയ്യും അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. ഇപ്പം മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റ്സ് ഒക്കെ എന്തായിരിക്കും? ഇൻകറക്റ്റ് റെസ്പോൺസസ് ആയിരിക്കും. അപ്പോൾ ഇൻകറക്റ്റ് ആണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് അവർ ദ കറക്റ്റ് വൺ റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഓൺലൈൻ എക്സാം ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഒന്നും അറിയില്ലായിരിക്കും, പക്ഷേ എത്ര വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? ഒരു ആൻസർ അറ്റംപ്റ്റ് ചെയ്യും, തെറ്റാണെന്ന് കാണിക്കും, അടുത്ത ആൻസർ അറ്റംപ്റ്റ് ചെയ്യും, ഫൈനലി ഒരു 4 റെസ്പോൺസിൽ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ ചില ഗൂഗിൾ ഫോം എക്സാംസ് ഒക്കെ നടത്താറുണ്ട്, അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ലേണർ ഇവൻച്വലി ഡിസ്കസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് റെസ്പോൺസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ ബട്ടൺസ് ഒക്കെ ഉള്ള ടോയ്സ് നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ കുട്ടി ചിലപ്പോൾ അവിടെ ടച്ച് ചെയ്യും, തലയിൽ ടച്ച് ചെയ്യും, ബോഡിയിൽ ഏതെങ്കിലും പാർട്സിലൊക്കെ ടച്ച് ചെയ്യും. ഫൈനലി ആയിരിക്കും കുട്ടി ബട്ടൺ ടച്ച് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ അതെന്ത് ചെയ്യും? ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇനി അടുത്തത് സ്റ്റിമുലസ് റെസ്പോൺസ്
കണക്ഷൻസ്. അതായത് ലേണിംഗ് നേരത്തെ തന്നെ പറഞ്ഞു ഇതൊരു ബോണ്ടേജ് ആണ്, അല്ലെങ്കിൽ ഇതൊരു കണക്ഷനാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകും. ഇത് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ കണക്ഷനാണ് ട്രയൽ ആൻഡ് എറർ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ കണക്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ SR ബോണ്ട് എന്താവും, സ്ട്രോങ്ങർ ആവും എന്ന് പറയുന്നുണ്ട്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൽ ഒരു മാത്സ് ക്വസ്റ്റ്യൻ കേൾക്കുന്നു, ഇത് സ്റ്റിമുലസ് ആണ്, കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നു വിത്ത് ദ കറക്റ്റ് ആൻസർ, ദാറ്റ്സ് എ റെസ്പോൺസ്. അപ്പോൾ അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു റിപ്പീറ്റഡ് പ്രാക്ടീസ് ആയിട്ട് മാറും. ഇനി പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ആണ്, അതായത് ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് ആണ്, പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിപ്പീറ്റേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ത്രൂ ആണ് ലേണിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി റീഡിങ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് മെക്കാനിക്കൽ ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ബേസ്ഡ് അല്ല, അല്ലെങ്കിൽ ഡീപ്പ് തിങ്കിങ് ഒന്നുമല്ല. ഇത് ട്രയൽ ബേസ്ഡ് മെക്കാനിക്കൽ പ്രോസസ്സാണ്. ഒരു സക്സസ്ഫുൾ ബിഹേവിയർ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ എക്സ്പെരിമെൻറ്റിൽ കാറ്റിന് എനിക്ക് പുറത്ത് പോകണം എന്നുള്ളതിന് പ്രത്യേകിച്ച് റീസണിങ് ഒന്നുമില്ല, ഞാൻ ഇതിൽ ടച്ച് ചെയ്താൽ ചിലപ്പോൾ ഇത് തുറക്കും, ഓപ്പൺ ആവും എന്നുള്ള റീസണിങ് ഒന്നും കാറ്റ് യൂസ് ചെയ്യുന്നില്ല. കുറേ ആക്ഷൻ ചെയ്യും, ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആവും, അപ്പം അങ്ങ് തുറക്കും, പോവും, അത്രയേ ഉള്ളൂ. എന്താണ് മോട്ടിവേഷൻ്റെ റോൾ? അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേണർ മോട്ടിവേറ്റഡ് ആവാണ്. അപ്പോൾ ലേണർക്ക് പല മോട്ടീവ്സ് ഉണ്ടാവും. ഹങ്കർ ആയിരിക്കാം, ക്യൂരിയോസിറ്റി ആയിരിക്കാം, ഇൻട്രസ്റ്റ് ആവാം. ഇത്തരം മോട്ടീവ്സ് ആണ് അവരെ എന്തിലേക്ക്, ആക്ഷനിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ലേണിംഗ് ടാസ്കിൽ എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഇത്തരം മോട്ടിവേഷനാണ്. ഇപ്പോൾ ഒരു വിശപ്പുള്ള ഒരു റാറ്റ്, ഒരു ഹംഗ്രി റാറ്റ് ആയിരിക്കും പെട്ടെന്ന് ഫുഡ് കണ്ടെത്താൻ നോക്കുക റാദർ ദാൻ എ വെൽ ഫെഡ് വൺ. അതിപ്പം നമ്മൾ പറയുമല്ലോ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത്ര ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ മീൻസ് അത്ര ഒരു തിടുക്കം കാണില്ല ഒരു ജോലി ഒപ്പിക്കുക എന്നുള്ളത്. എപ്പോഴും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം കൂടുതൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അനോയൻസ്. അതായത് നമ്മുടെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് തൃപ്തികരമായ ഒരു ഔട്ട്കമ്മാണ് കിട്ടുന്നത്. നമുക്കുള്ള ഒരു സ്റ്റിമുലസ് കിട്ടുന്നു, നമ്മളൊരു റെസ്പോൺസ് കൊടുക്കുന്നു, അതിന് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് തൃപ്തികരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടെത്തലാണ്. ഇനി ചില റെസ്പോൺസിന് ഭയങ്കര അനോയിങ് ആയിരിക്കും, അൺറിവാർഡിങ് ആയിട്ടുള്ള ഔട്ട്കംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, അത് നമ്മൾ ഇനി ആ ഒരു രീതി ഫോളോ ചെയ്യില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓരോ തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസ്. ദ മോർ ആ റെസ്പോൺസ് ഈസ് പ്രാക്ടീസ്, ദ സ്ട്രോങ്ങർ ദ SR കണക്ഷൻ ബിക്കംസ്. അത് നമ്മളൊക്കെ ഒരു റെസ്പോൺസ് കിട്ടി, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്കം നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ആ SR കണക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, നമുക്ക് ആ കിട്ടിയ റെസ്പോൺസ് വി ഡോണ്ട് ലൈക്ക്, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, എന്തോ വാട്ട് എവർ ബി ദ റീസൺ, അതെന്ത് ചെയ്യും, ഈ കണക്ഷനെ വീക്കൺ ചെയ്യും, അല്ലെങ്കിൽ ആ കണക്ഷൻ തന്നെ ഡിസപ്പിയർ ചെയ്യും. അതാണ് ദ ലോ ഓഫ് മിസ്യൂസ് ലോ ഓഫ് ഡിസ്യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്പെല്ലിങ് റിമെമ്പർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ആ കുട്ടിക്ക് അത് ബെറ്റർ ആക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ആ കുട്ടി അത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരിക്കലും ആ കുട്ടിക്ക് അതിൽ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റില്ല. ഇനി ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് ലേണിംഗ് ഗ്രാജുവൽ ആണ്, അത് മെല്ലെ മെല്ലെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്, അതിൻ്റെതായ സമയം വേണം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി ലേണറിന് റാൻഡം വേരീഡ് റെസ്പോൺസസ് ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ചില റെസ്പോൺസസ് അവരെ അനോയ് ചെയ്യും അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യും, ചില റെസ്പോൺസസ് അവർക്ക് തൃപ്തികരമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് അവരെന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും ടു റീച്ച് ദെയർ ഗോൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര പോരാ, നമ്മൾ പറയുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു ഗോൾ പിന്നീട് ഒരു പരിധി വരെ പ്രാക്ടീസ് ചെയ്താൽ മതിയല്ലോ, അതിനുശേഷം ആ ഗോൾ അവരെന്തായാലും എത്തിച്ചേരും. ഇവിടെ പസിൽ ബോക്സിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് പറയാം. ഇത് തോണ്ടൈക്കിൻ്റെ ക്ലാസിക് എക്സ്പെരിമെൻ്റ് ആണ് ദ പസിൽ ബോക്സ്. അതായത് തോണ്ടൈക്ക് ഒരു വുഡൻ പസിൽ ബോക്സ് ഡിസൈൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഉണ്ടാവണം, യെസ്, ഇതുപോലൊരു പസിൽ ബോക്സ് ഡിസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പസിൽ ബോക്സിൽ ഒരു സ്പെസിഫിക് മെക്കാനിസം ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അതിലൊരു ലാച്ച് അല്ലെങ്കിൽ ഒരു ലെവർ ഉണ്ട്. അപ്പോൾ അത്
ട്രിഗർ ചെയ്താൽ മാത്രമാണ് ആ ഡോർ ഓപ്പൺ ചെയ്യുക. അതങ്ങനെയാണ് പൂച്ചയ്ക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇവിടെ ഒരു ലെവർ ഉണ്ട്. അപ്പോൾ ഇത് ടച്ച് ചെയ്താൽ മാത്രമാണ് ഈ ഡോർ ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുള്ള ഒരു പൂച്ചയെ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പരീക്ഷണത്തിനെല്ലാം ഇവർ എന്തുകൊണ്ടാണ് വിശപ്പുള്ള ജീവികളെ, വിശപ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിട്ട് നന്നായി വിശന്ന് ഇരിക്കുന്ന ഒരു പൂച്ചയെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി. അതായത് വിശപ്പ് എന്ന് പറയുന്നത് ഒരു മോട്ടീവ് തന്നെയാണ്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഡിസയർ എന്ത് ചെയ്യും, പൂച്ചയെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻകറേജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പീസ് ഓഫ് ഫിഷ് ഔട്ട്സൈഡ് ദ ബോക്സ് ആയിട്ട് അദ്ദേഹം പ്ലേസ് ചെയ്യുന്നു. ഇത് പൂച്ചയ്ക്ക് കാണാം, പൂച്ചയ്ക്ക് അതിൻ്റെ സ്മെല്ലും കിട്ടുന്നുണ്ട്. അപ്പോൾ പൂച്ചയ്ക്ക് അത് നല്ലൊരു ഇൻസെൻറ്റീവായിട്ട്, അത് നല്ലൊരു പ്രേരണയായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇൻസൈഡ് ദ ബോക്സ് ദ ക്യാറ്റ് ഈസ് ഫ്രീ ടു മൂവ് ആൻഡ് റിയാക്ട്. പൂച്ചയ്ക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം, റിയാക്ട് ചെയ്യാം. പക്ഷേ ഈ ലാച്ച് ടച്ച് ചെയ്താൽ മാത്രമാണ് അതിന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യം ഇല്ലത് ലാച്ച് ടച്ച് ചെയ്യും, എസ്കേപ്പ് ചെയ്യും, പിന്നെയും ക്യാറ്റിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ മൾട്ടിപ്പിൾ ട്രയൽസ് അദ്ദേഹം നടത്തുകയാണ്. അതായത് ബാക്കിയുള്ള എല്ലാ കേസിലും, ഇപ്പോൾ ഡോഗിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരമാണ് ആ പരീക്ഷണം നിലനിൽക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ട്രയൽസ് ആണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. ഓക്കെ, ഇനി എന്താണ് ഇനീഷ്യൽ ബിഹേവിയർ? ആദ്യം ഒരു ഫസ്റ്റ് ഫ്യൂ ട്രയൽസിൽ ക്യാറ്റ് റാൻഡമായിട്ട് അതിന് മനസ്സിൽ തോന്നുന്ന പോലുള്ള ആക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ പൂച്ചനെ കൂട്ടിലിട്ടപ്പോൾ വാൾ സ്ക്രാച്ച് ചെയ്യുക, മ്യാവ് മ്യാവ് എന്ന് പറയുക, ബൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് റോം ചെയ്ത് നടക്കുക. പക്ഷേ ഈ ആക്ഷൻസിനൊന്നും പ്രത്യേകിച്ച് യാതൊരു ഇഫക്റ്റ് ഉണ്ടായിരുന്നില്ല ഇൻ ഓപ്പണിങ് ദ ഡോർ ഓർ അസസിങ് ദ ഫുഡ്. അങ്ങനെ അബദ്ധത്തിൽ ക്യാറ്റിന് എന്ത് സംഭവിക്കുകയാണ്, ആ ലാച്ചിനെ അത് ഹിറ്റ് ചെയ്യുന്നു, ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കാറ്റ് എന്ത് ചെയ്യും, പുറത്ത് ചാടുന്നു, മീനെടുത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫിഷ് എടുത്ത് കഴിക്കുന്നു. ഓക്കെ, അങ്ങനെ സബ്സീക്വൻറ്റ് ട്രൈസിൽ ആദ്യം എസ്കേപ്പ് ചെയ്യാൻ എടുത്ത ടൈം എങ്ങനെയായാലും പൂച്ച എടുക്കില്ല, അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാറ്റ് ഇവിടെ പെർഫോം ചെയ്യുന്നത് കുറച്ച് ഫ്യൂവർ റാൻഡം ബിഹേവിയേഴ്സ് ആണ്. അത് ഇറ്റ് ബിഗൺ ടു ഫോക്കസ് മോർ ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ ലാച്ചിൽ ടച്ച് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. അങ്ങനെ ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഹാബിച്വൽ ആൻഡ് ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക്, പൂച്ചയെ കൂട്ടിലിടുന്നു, അപ്പം തന്നെ പൂച്ച ലാച്ചിൽ ക്ലിക്ക് ചെയ്യുന്നു, പുറത്ത് വരുന്നു, മീൻ കഴിക്കുന്നു. അപ്പം ഇത് ഒരു ഹാബിച്വൽ റിയാക്ഷൻ ആയിട്ട് മാറുകയാണ്. അതായത് പാർട്ട് ഓഫ് ഹാബിറ്റായിട്ട് മാറുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന തിയറി. ഇപ്പോൾ കറക്റ്റ് റെസ്പോൺസസ് ഉണ്ടെങ്കിൽ അത് തൃപ്തികരമാണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻകറക്റ്റ് റെസ്പോൺസസ് ആണെങ്കിൽ ദേ ആർ സ്റ്റാമ്പ്ഡ് ഔട്ട്, അത് നമ്മൾ പുറന്തള്ളിക്കളയാണ് ഡ്യൂ ടു ഫെയിലിയർ. ഇനി പ്രധാനപ്പെട്ട 3 പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ് ആണ് തോണ്ടേക്ക് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് റെഡിനെസ്, സെക്കൻഡ് വൺ ഈസ് ലോ ഓഫ് ഇഫക്റ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ലോ ഓഫ് എക്സസൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ലോ ഓഫ് റെഡിനെസ് എന്ന് കാണാം. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, when any conduction unit is ready to conduct, for it to do so is satisfying. When any conduction unit is not in readiness to conduct, for it to conduct is annoying. When any conduction unit is in readiness to conduct, for it to not do so is also annoying. അതായത് ഒരു കണ്ടക്ഷൻ യൂണിറ്റ്, ഇപ്പോൾ കണ്ടക്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് വിചാരിക്കാം ഒരു ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ടു കണ്ടക്ട്, മീൻസ് ദാറ്റ് പേഴ്സൺ ഈസ് റെഡി ടു ലേൺ, ഒരു സ്റ്റഡി പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നു. ഫോർ ഇറ്റ് ടു ഡു സോ സാറ്റിസ്ഫൈങ്, ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് തൃപ്തി കിട്ടുന്നു. അവർ പഠിക്കാൻ ഭയങ്കര ആകാംക്ഷയോട് നിന്നാണ് നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു, അത് സാറ്റിസ്ഫൈങ് ആക്കുന്നു. ഇനി ദ ലേണർ ഈസ് നോട്ട് ഇൻ റെഡിനെസ് ടു കണ്ടക്ട്, പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, അപ്പം നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ്, അത് അനോയിങ് ആണ്, അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഇനി വെൻ ദ കണ്ടക്ഷൻ യൂണിറ്റ് ഓർ ദ സ്റ്റുഡൻറ്റ് ഈസ് ഇൻ റെഡിനെസ് ടു കണ്ടക്ട്, റെഡിയാണ് ടു ലേൺ സംതിങ്, അപ്പോൾ നമ്മൾ പറയുന്നു ഇന്ന് എനിക്ക് മൂഡില്ല, സോ ഐ എം നോട്ട് ഗോയിങ് ടു ടീച്ച് യു എനിത്തിങ് എന്ന് പറയും, ഞാൻ നിങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതും എന്ത് തന്നെയാണ്, അനോയിങ് ആണ് അല്ലേ. അതായത് ലേണർ ഈസ് റെഡി ടു ലേൺ, പക്ഷെ നമ്മൾ അത് ചെയ്യുന്നു, അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നു. കണ്ടക്ഷൻ യൂണിറ്റ് റെഡി അല്ല, ലേണർ ഈസ് നോട്ട് റെഡി ടു ലേൺ, അപ്പോൾ നമ്മൾ അവരെ ടീച്ച് ചെയ്യുകയാണെങ്കിൽ അത് അനോയിങ് ആണ്. When the conduction unit is in readiness to conduct, the learner is ready to learn, but we are not ready to teach them. അപ്പോൾ അതെന്താണ്, അനോയിങ് ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ലേണറിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ലേണർ എന്ന് പറയുന്നത് മെൻ്റലി ഫിസിക്കലി റെഡി ആയിരിക്കണം. ലേണർ സാറ്റിസ്ഫൈയിങ് ആയിരിക്കണം വെൻ റെഡിനെസ് ഈസ് പ്രസൻറ്റ്, അതായത് അവർ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ വെൻ ദ റെഡിനെസ് ഇസ് പ്രസൻറ്റ് ആൻഡ് വെൻ ദേ ക്യാൻ ലേൺ സംതിങ്, അവർ തൃപ്തികരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടുക. പക്ഷേ അവർ റെഡി അല്ലെങ്കിൽ അത് അനോയിങ് ആയിരിക്കും, ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും. ഇനി ഒരാൾക്ക് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്,
ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ജനറ്റിക് ഗ്രോത്ത് അത് സംഭവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് റെഡിനെസ് വരണമെന്നില്ല. അത് പ്രിപ്പറേറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു ചൈൽഡ് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് റെഡി ടു ലേൺ, പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ ലേണിംഗ് എന്തായിരിക്കും, കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ എൻജോയബിൾ ആയിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ ലേണറിനെ ഇത് ഫോഴ്സ് ചെയ്യരുത് വെൻ ദ ലേണർ ഈസ് നോട്ട് റെഡി. എന്താണ് റൈറ്റ് മൊമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫോർ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം, അതുപോലെ തന്നെ ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ടീച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കുട്ടി അത് എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നന്നായിട്ട് അത് റിമെമ്പർ ചെയ്യാൻ പറ്റും, ദ പ്രോസസ്സ്, മോർ ദാൻ ദ വൺ ഹു ഇസ് ഫോഴ്സ്ഡ് ഇൻ ടു ഇറ്റ് അൺപ്രിപ്പയർഡ്. പക്ഷെ അതൊട്ടും പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. സെക്കൻഡ് വൺ ആണ് ലോ ഓഫ് ഇഫക്റ്റ്. ഈ ലോയിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഇസ് മെയ്ഡ് and is accompanied or followed by a satisfying state of affairs, the strength of the connection is increased. When accompanied or followed by an annoying state of affairs, the strength is decreased. ഇവിടെ ഇഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെയും ഇടയിൽ ഒരു മോഡിഫയബിൾ കണക്ഷൻ ഉണ്ട്. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കണക്ഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാമെന്നുള്ള അർത്ഥത്തിലാണ്, അത് കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ള അർത്ഥത്തിലാണ് കണക്ഷൻ. ഒരു മോഡിഫയബിൾ ആയിട്ടുള്ളൊരു കണക്ഷൻ സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെയും ഇടയിൽ വരികയാണ്. അപ്പോൾ അതിന് ഒരു തൃപ്തികരമായ റിസൾട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ എന്താവും, ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് ദ കണക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. പക്ഷേ ഒരു അനോയിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അനോയിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണെങ്കിൽ ഈ സ്ട്രെങ്ത് എന്താവും, ഡിക്രീസ് ആവും എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്നു, അതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നു, അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ലേണർക്ക് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ആ റെസ്പോൺസ് ഫോളോഡ് ബൈ അനോയൻസ് എന്തായിരിക്കും, അതൊരിക്കലും ലേണർ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, റിവാർഡ്സ് കൊടുക്കാം. പക്ഷേ അത് വീക്കൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് പ്ലസൻറ്റ് എക്സ്പീരിയൻസസ് ആണ് എപ്പോഴും ലാസ്റ്റിംഗ് മെമ്മറീസ് ഉണ്ടാക്കുന്നത്. അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസസ് പെട്ടെന്ന് മറന്നു പോകാനുള്ള ആ എക്സ്പീരിയൻസ് മാത്രമല്ല, ആ എൻ്റയർ whatever he has or she has learned അത് മറക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, മീനിങ് റിവാർഡ്സ് കൊടുക്കുക, പ്രൈസ്, റെക്കഗ്നേഷൻ, സ്മോൾ ഇൻസെൻറ്റീവ്സ് എന്തെങ്കിലും കൊടുക്കുക, ഒരു പെൻസിൽ പെൻ ലൈക്ക് ദാറ്റ്. പിന്നെ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക. കുട്ടികളെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതും ഗൈഡ് ചെയ്യേണ്ടതും കൺസ്ട്രക്റ്റീവ്ലി ആണ് എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡിഫിക്കൽറ്റി അനുസരിച്ചിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കൂടുതൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയുടെ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ആ കുട്ടിയെ അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ആ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നമ്മൾ മറ്റൊരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല, അപ്പോൾ നമ്മൾ അവരെ ഹാർഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക, ചിലപ്പോൾ എഴുതുന്നത് തന്നെ നിർത്തും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് പ്രാക്ടീസ് ആണ്. എനി റെസ്പോൺസ് ടു എ സിറ്റുവേഷൻ വിൽ, അതർ തിങ്സ് ബീങ് ഈക്വൽ, ബി മോർ സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ദ സിറ്റുവേഷൻ in proportion to the number of times it has been connected with that situation and to the average vigor and duration of the connection. അതായത് ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ എത്രത്തോളം നമ്പർ ഓഫ് ടൈംസ് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത് ആ കണക്ഷൻ്റെ ഡ്യൂറേഷൻ കിട്ടും. അതായത് സ്റ്റിമുലസും ഉണ്ട് റെസ്പോൺസും ഉണ്ട്, അത് തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആവണമെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ റിപ്പീറ്റേഷൻ ആണ് ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. റിപ്പീറ്റേഷൻ കുറവാണെങ്കിൽ അത് വീക്കൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ A+B² എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എഴുതി പഠിക്കും, കുറേ നേരം പറഞ്ഞു പഠിക്കും. എന്തിനാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത്? അത് നമ്മുടെ മെമ്മറിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താവും എന്ന് പറഞ്ഞാൽ ആ മെമ്മറി ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ കണക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് യൂസിൽ എന്താണ് പറയുന്നത്? റിപ്പീറ്റഡ് പ്രാക്ടീസ് ആണ് ഈ കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ലോ ഓഫ് ഡിസ്യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് ലോ ഓഫ് എക്സസൈസിൻ്റെ കീഴിൽ വരുന്നതാണ്. പറയുന്നത് എന്താണ്? വെൻ നോട്ട് പ്രാക്ടീസ്ഡ് ദ കണക്ഷൻ വീക്കൻസ് ഓവർ ടൈം. മെല്ലെ കണക്ഷൻ വീക്കൻഡ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ തിയറി എംഫസൈസ് ചെയ്യുന്നത് പ്രാക്ടീസ്, റിവിഷൻ, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റിയുടെ ഒക്കെ റോളാണ്. അതായത് ന്യൂ സ്കിൽസ്, ഇപ്പോൾ നമ്മൾ റീഡിങ് സ്കിൽസ് ആവാം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം, അത്
കൂടുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതുപോലെ തന്നെ അവർ എഴുതിയിട്ടുള്ള പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് പഠിച്ചോ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി റിയൽ ലൈഫ് പ്രാക്ടിക്കൽ സെറ്റിങ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സബോർഡിനേറ്റ് ലോസ് ആണ്. അഡീഷണൽ ലേണിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, അതായത് സക്സസ്ഫുൾ ആവുന്നതിന് മുമ്പ് ഒരുപാട് മെത്തേഡ്സ് ഒരു ലേണർ ട്രൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം ലേണിംഗ് ഗെയിൻ ചെയ്യാനായിട്ട്. അടുത്ത ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, അതായത് ലേണർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് എന്തൊക്കെ റെസ്പോൺസസ് ആണ് അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയിലായിരിക്കാം ലേണർ ഫോക്കസ് ചെയ്യുന്നത്. ലോ ഓഫ് അനലോജി, അതായത് ഇപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്നുള്ള പല മെത്തേഡ്സും പുതിയ ഒരു ന്യൂ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ലേണർ യൂസ് ചെയ്യാം. ഇനി ലോ ഓഫ് പൊളാരിറ്റി, റെസ്പോൺസസ് ആർ റീകോൾഡ് ബെറ്റർ ഇൻ ദ സെയിം സീക്വൻസ് ദ വർ ലേൺഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു കുട്ടിയുടെ ഫൈനൽ ആൻസർ പറയും, അതായത് ഏത് രീതിയിലാണോ ഇവർ റെസ്പോൺസ് പഠിച്ചത്, ഇൻ കേസ് ഓഫ് ലേണിംഗ് ഏത് രീതിയിലാണ് അവർ പഠിച്ചത് ആ സെയിം സീക്വൻസിലായിരിക്കാം അവരത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, ഇതും ലോ ഓഫ് ഷിഫ്റ്റിങ്ങും ലോ ഓഫ് അനാലജിയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസിൽ അവരൊരു റിയാക്ഷൻ ലേൺ ചെയ്തിട്ടുണ്ടാവും, അതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു സ്റ്റിമുലസ് വരുമ്പോൾ അവരുടെ റെസ്പോൺസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹോം അലോൺ എന്ന് പറയുന്ന സിനിമയിൽ കെവിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നു, ഫാമിലിയൊക്കെ അവനെ വിട്ടിട്ട് മറന്നു പോവാണ്. അപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് 2 തീവ്സ് വരികയാണ്, അതായത് 2 കള്ളന്മാർ വരികയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവൻ്റെ വീടിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ട്രാപ്പ് സെറ്റ് ചെയ്യും, പല രീതിയിൽ ട്രാപ്പ് സെറ്റ് ചെയ്യും. പക്ഷേ അതെല്ലാം ഫെയിലാവും, ഈവൻ അവന് പോലും വേദനിക്കും. പക്ഷെ ഫൈനലി ഹി ലേൺസ് ആൻഡ് ഇംപ്രൂവ്സ് ആൻഡ് ട്രാപ്സ് ദം ആൻഡ് ഹാൻഡ്സ് ദം ഓവർ ടു ദ പോലീസ്. അപ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഹോം അലോൺ. അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആണ്, പെട്ടെന്നൊന്ന് 10 സെക്കൻഡ്സിലൊന്ന് ഓടിച്ച് കാണിക്കാം. Second trap. Then there is this trap 3. I'm coming up. 5, 6, 7, 14, 22, 25, 26, 27, 29. ഓക്കെ, 30 ട്രാപ്സ് ആണ് ഈ ഒരു എൻ്റയർ മൂവിയിൽ ദാറ്റ് ഹി ഹാസ് യൂസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം 30 പ്രാവശ്യമാണ് ഈ ബഗ്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഫൈനലി 30th അറ്റംപ്റ്റിലാണ് ഹി സക്സീഡ്സ്. ഓക്കെ, അപ്പോൾ തോണ്ടൈക്കിൻ്റെ ട്രയൽ ആർ എറർ തിയറി ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഗ്രാജുവൽ പ്രോസസ് ഓഫ് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻസ് ആണ്. റിപ്പീറ്റേഷനിലൂടെയും റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയാണ് അത് ചെയ്യുന്നത്. ലോസ് ഓഫ് ലേണിംഗിൽ വരുന്നത് റെഡിനെസ് എഫക്റ്റ് ആൻഡ് എക്സസൈസ് ആണ്. പിന്നെ വരുന്നത് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബിഹേവിയറിസം, പിന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, കരിക്കുലം ഡിസൈൻ, ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെയൊക്കെ ഇത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു സോളിഡ് ബിഹേവിയറൽ ഫ്രെയിംവർക്ക് തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തോണ്ടൈക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അത് റെഡിനെസ്, റീഇൻഫോഴ്സ്മെൻറ്റ്, പ്രാക്ടീസ്, മോട്ടിവേഷനൊക്കെ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നമ്പർ 1, മോട്ടിവേറ്റിംഗ് ലേണേഴ്സ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എയിം എന്തായിരിക്കണം? ക്യൂരിയോസിറ്റി കൊണ്ടുവരണം, ഇൻസെൻറ്റീവ്സ് യൂസ് ചെയ്യണം, ചലഞ്ചിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ എന്ത് ടാസ്ക് കൊടുക്കുകയാണെങ്കിലും അത് കുട്ടികളെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ടാസ്കുകളായിരിക്കണം. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ്സ് യൂസ് ചെയ്യാം, പ്രൈസ്, റിവാർഡ്സ്, റെക്കഗ്നീഷൻ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സക്സസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വിൽ ബി ഫോർ എവർ മോട്ടിവേറ്റഡ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്റ്റാർ ഒക്കെ കൊടുക്കുമല്ലോ, ഇപ്പോൾ നീറ്റ് റൈറ്റിങ്ങിനും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്യുന്നതൊക്കെ, അപ്പോൾ അവർക്ക് ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും തോന്നും. ഇനി റെഡിനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിൽ വരുന്നതാണ്.
കുട്ടികൾ എന്തായിരിക്കണം? മെൻ്റലി ആൻഡ് ഇമോഷണലി പ്രിപ്പയർഡ് ആയിരിക്കണം. ലോ ഓഫ് റെഡിനെസ് പറയുന്നത് പ്രിമച്യൂർ ആയിട്ടുള്ള ടീച്ചിങ് എന്തിൽ റിസൾട്ട് ചെയ്യും? ഫ്രസ്ട്രേഷനിൽ റിസൾട്ട് ചെയ്യും. അപ്പോൾ ടൈമിലി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമാണ് കുട്ടികളെ അവിടെ നമുക്ക് പിടിച്ചിരുത്താനായിട്ട് പറ്റുള്ളൂ. ഇനി ടീച്ചർ കുട്ടികളുടെ പ്രയർ നോളജ് അസസ് ചെയ്യണം, ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി ലെവൽസ് എല്ലാം അസസ് ചെയ്തതിന് മാത്രമേ ഒരു ന്യൂ കണ്ടന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെസൺ പ്ലാനിങ് വേണം. അതായത് ലേണറിൻ്റെ നീഡ് അനുസരിച്ച് നമുക്ക് ആ മാറ്റങ്ങൾ അതിൽ വരുത്താനായിട്ട് സാധിക്കണം. ഇനി SR ബോണ്ടിൻ്റെ സ്ട്രെങ്തനിങ്. ഓക്കെ, SR ബോണ്ടിൻ്റെ സ്ട്രെങ്തനിങ്ങിൽ എന്താണ് സംഭവിക്കുക? കറക്റ്റായിട്ടുള്ള സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ് ഉണ്ട്. ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ നമ്മളത് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെങ്തൻഡ് ആവുമെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും മിസ്കോൺസെപ്ഷൻസോ എറേഴ്സോ ഒക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യാം. കാരണം റോങ് കണക്ഷൻസ് അവർ ചിലപ്പോൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. റെഗുലറായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് SR കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിപ്പീറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. ഇപ്പോൾ ലോ ഓഫ് എക്സസൈസ് പറയുന്നുണ്ട് റിപ്പീറ്റേഷൻ വേണം. റിവിഷൻ, ഡ്രിൽസ്, റീക്യാപ്സ് ഒക്കെ SR കണക്ഷനെ സ്ട്രോങ് ആക്കും. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് വർക്ക്ഷീറ്റ്സ്, ഓറൽ പ്രാക്ടീസ്, ടൈം റിവിഷൻ, സ്കിൽ ബേസ്ഡ് ടാസ്ക് ഒക്കെ ലോങ് ടേം റിട്ടൻഷൻ നിലനിർത്താനായിട്ട് കുട്ടികളെ സാധിക്കും. ഇനി ടീച്ചേഴ്സ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എന്തായാലും ഒരു ടീച്ചിങ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡെയിലി റീഡിങ് അലൗഡ് ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ പ്രൊനൗൺസിയേഷനും ഫ്ലുവൻസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഇനി പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അതായത് ന്യൂ ലേണിംഗ് എപ്പോഴും പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ലോ ഓഫ് അനലോജിയും അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടീച്ചേഴ്സിന് റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അനലോജീസ് ആൻഡ് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് ഓഫ് സ്ലൈസിങ് PCA ഒക്കെ നമുക്ക് റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ നിന്നും യൂസ് ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് എൻകറേജ് ചെയ്യുക. അതായത് കുട്ടികളോട് സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് പ്രേരിപ്പിക്കുക. അവർ ട്രൈ ചെയ്യും, ചിലപ്പോൾ ഫെയിൽ ആവും, പക്ഷെ ട്രൈ അഗെയിൻ. ഒരു കോട്ടുണ്ട്, ട്രൈ, ഫെയിൽ ആൻഡ് ഫെയിൽ ബെറ്റർ എന്ന് പറയുന്നുണ്ട്. സ്പൂൺ ഫീഡ് ചെയ്യുന്നതിനേക്കാളും സ്വന്തമായ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് പ്രേരിപ്പിക്കുക. ഇപ്പം ഈ പറഞ്ഞ പോലെ പൂച്ചയുടെ കേസിൽ അതിന് ആരും പറഞ്ഞു കൊടുത്തതല്ല, സ്വന്തമായി തിങ്ക് ചെയ്ത് ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്ത് ട്രൈ ചെയ്ത് വീണ്ടും ഫെയിൽ ചെയ്ത് ഫൈനലിയാണ് സക്സസ്ഫുൾ ആവുന്നത്. അതേപോലെ തന്നെ കുട്ടികളെയും എന്ത് ചെയ്യുക? ലീവ് ദം ടു ലേൺ ബൈ ദെയർ ഓൺ. ക്രിട്ടിക്കൽ തിങ്കിങ്, പേഷ്യൻസ്, സെൽഫ് റിലയൻസ് ഒക്കെ ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് എന്തിനുള്ള സ്പേസ് കൊടുക്കണം? സെൽഫ് ഡിസ്കവറിക്കുള്ള സ്പേസ് കൊടുക്കണം. അടുത്തതാണ് ഇറർ അനാലിസിസ് ആൻഡ് ഫീഡ്ബാക്ക്. ടീച്ചേഴ്സ് ഷുഡ് യൂസ് മിസ്റ്റേക്സ് ആസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യാതെ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൂടെ അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊടുക്കണം. ഇനി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റൈറ്റ് ആണോ റോങ് ആണോ തെറ്റാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് റെസ്പോൺസിലേക്ക് നമ്മൾ അവരെ ഗൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കറക്റ്റ് റെസ്പോൺസിലേക്ക് ഗൈഡ് ചെയ്യുകയും ഈ ഇറർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്താൽ റൈറ്റ് ബിഹേവിയർ, ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റൈറ്റ് ബിഹേവിയർ അവരിലേക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു മാത്സ് പ്രോബ്ലം ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകുക, പക്ഷേ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. തെറ്റാണ്, ശരിയാണ്, ഇങ്ങനെയാണ് ഇത് വന്നത്, ഇവിടെ ഇതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞത് കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ലേണിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നെ ബിഹേവിയർ മാനേജ്മെൻറ്റ്, അതായത് ക്ലാസ് റൂം ബിഹേവിയർ ഷേപ്പിങ്ങിനും ഈ തിയറി ഹെൽപ്ഫുള്ളാണ്. പഞ്ച്വാലിറ്റി, കോപ്പറേഷൻ, അതുപോലെ തന്നെ ഡിസിപ്ലിൻ തുടങ്ങിയ പോസിറ്റീവ് ബിഹേവിയേഴ്സൊക്കെ റെയിൻഫോഴ്സ് ചെയ്യാം ത്രൂ റിവാർഡ്സ് ആൻഡ് അക്നോളജ്മെൻറ്റ്. അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ നമുക്ക് വിത്ത്ഡ്രോ ചെയ്യാം എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗൈഡഡ് കറക്ഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഡിസൈനിങ് സ്ട്രക്ചേർഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. ലെസൺസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. അതായത് ഇൻക്രിമെൻ്റൽ നേച്ചർ ഓഫ് ലേണിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 1 സ്റ്റെപ്പ്, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്. അല്ലെ, ഇപ്പോൾ നമുക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ എന്താ, ആദ്യം തിയറി പഠിപ്പിക്കും, അതിനുശേഷമായിരിക്കും ചിലപ്പോൾ മാത്സിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ഫോർമുല പഠിപ്പിക്കും, അതിനുശേഷമായിരിക്കും ഒരു പ്രോബ്ലം തരുന്നത്, അതിനുശേഷം കുറച്ചും കൂടെ ലെവൽ കൂടിയ പ്രോബ്ലം തരും, ഒരു ആദ്യം ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞൊരു പ്രോബ്ലം തരും, ഈസി ആയിട്ടുള്ള തരും, പിന്നെ ഡിഫിക്കൽട്ടായിട്ട് തരും, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് തരും. അങ്ങനെയാണ് കൊടുക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. ഓരോ സ്റ്റെപ്പും പ്രീവിയസ് സ്റ്റെപ്പിനെ ബിൽഡപ്പ് ഓൺ ചെയ്തിട്ടുള്ളതാവണം. അതൊരു ഗ്രാജുവൽ മാസ്റ്ററി കുട്ടികൾക്ക് നേടാനായിട്ട് സാധിക്കണം.
ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു എസ്സേ റൈറ്റിംഗ് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും ആദ്യം നമ്മൾ അവർക്ക് ആൽഫബറ്റ്സും വേർഡ്സും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനുശേഷം സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, പാരഗ്രാഫിംഗ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ എസ്സേ റൈറ്റിങ്ങിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. പിന്നെ സ്കില്ല്, മോട്ടോർ സ്കിൽസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അതായത് ചില സബ്ജക്ട്സിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട്, മ്യൂസിക്, ലാബോ, ക്രാഫ്റ്റ്, ഇതിനൊക്കെ നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടുതലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത് ഗാഗ്നേസ് തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. റോബർട്ട് മിൽസ് ഗാഗ്നെ ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തിയറീസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, ദ സെക്കൻഡ് വൺ ഈസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ടൈപ്സ്. ഇദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോസസ്സ് അല്ല, പക്ഷേ അതൊരു ഒരു പ്രക്രിയ മാത്രമാണ് ലേണിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിങ്ങിൻ്റെ ഒരു കോംപ്ലക്സ് ഇൻട്രാക്ഷനാണ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് വേണമെന്നാണ് ഗാഗ്നെ പറയുന്നത്. അപ്പോൾ ഗാഗ്നെ പറയുന്നത് ലേണിംഗ് ഒരു സീക്വൻഷ്യൽ മാനറിലാണ് നടക്കുന്നത്. സീക്വൻഷ്യൽ മാനർ എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്ന് 1, 2, 3 അങ്ങനെ ഒരു സീക്വൻഷ്യൽ മാനറിലാണ് നടക്കുന്നത്. അപ്പോൾ ഈച്ച് ടൈപ്പ് ബിൽഡിങ് അപ്പോൺ ദ മാസ്റ്ററി ഓഫ് ദി പ്രീവിയസ് വൺ, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് മുൻപ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ലേൺ ചെയ്തു അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലേൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഒരു ഓൾറെഡി സൈക്കിൾ അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ നമ്മൾ ആദ്യം എന്താ പഠിക്കുക? ആദ്യം നമ്മൾ ജസ്റ്റ് കാല് വെച്ചിട്ട് അത് ചുമ്മാ ഇങ്ങനെ കറക്കി നോക്കും. പിന്നെ നമ്മൾ ആരെങ്കിലും കൈ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. പിന്നെ നമ്മൾ കൈ വിട്ടിട്ട് എവിടെയെങ്കിലും പോയി നിലത്ത് വീഴും. പിന്നെ നമ്മൾ എണീച്ചിട്ട് പിന്നെ തന്നെ നമ്മൾ ചവിട്ടാൻ നോക്കും. അപ്പോൾ നമ്മൾ ആദ്യം വീടിൻ്റെ ചുറ്റുവട്ടത്തായിരിക്കും സൈക്ലിംഗ് പഠിക്കുക. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ റോഡിലേക്ക് ഇറങ്ങും. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ മലയോ കുന്നോ ഒക്കെ കയറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് ലേണിംഗ് ആണെങ്കിലും ഒരു സീക്വൻഷ്യൽ മാനറിലായിരിക്കണം ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പിൻ്റെയും അഡ്വാൻസ്ഡ് ലെവലായിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു തിയറി ഹെൽപ്ഫുൾ ആണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ 8 ടൈപ്സ് ആണ് അദ്ദേഹം പ്രധാനമായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് താഴെയും മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടും മുകളിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സിഗ്നൽ ലേണിംഗ് ആണ് ഇപ്പോൾ ഫസ്റ്റ് തിയറി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ഇത്. അപ്പോൾ സിഗ്നൽ ലേണിംഗ് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് മാത്രമാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയാലാണ് ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഇത് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നുള്ളത് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും, അതായത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ മുതലുള്ളത് കൊഗ്നിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അതായത് മാനസികമായിട്ടും കൂടെ ഉൾക്കൊണ്ട കാര്യങ്ങളാണ്. പക്ഷേ വെർബൽ അസോസിയേഷൻ തൊട്ട് സിഗ്നൽ ലേണിംഗ് വരെ ബിഹേവിയറലാണ്. അത് നമ്മുടെ ഇൻറ്റേർണലിനെക്കാളും കൂടുതലായിട്ട് അതൊരു എക്സ്റ്റേണൽ പ്രോസസ്സാണ്. അപ്പോൾ സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയോട് സിമിലർ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് എ ലേണർ ഡെവലപ്സ് എ ജനറൽ റെസ്പോൺസ് ടു എ സിഗ്നൽ, ഒരു സ്റ്റിമുലസ്. അതായത് ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസോ കിട്ടുമ്പോൾ ഒരു ജനറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ റെസ്പോൺസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു ലേണറും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണം പാവ്ലോവിൻ്റെ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സിഗ്നൽ ലേണിംഗ്. അതായത് എ ചൈൽഡ് ബിക്കംസ് അഫ്രൈഡ് ഓഫ് ലൈറ്റ്നിങ് ആഫ്റ്റർ റിപ്പീറ്റഡ്ലി ഹിയറിംഗ് ലൗഡ് തണ്ടർ ദാറ്റ് ഫോളോസ് ഇറ്റ്. അതായത് ഈ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് കുട്ടിയെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. കാരണം അതിനുശേഷം ഭയങ്കര ഇടി മുഴങ്ങുന്ന മിന്നൽ കാണുമ്പോൾ തന്നെ കുട്ടി പിടിക്കും. കാരണം ഇടി മുഴങ്ങുന്ന സൗണ്ടും കൂടെ ആകുമ്പോൾ കുട്ടിക്ക് എന്താവും? അത് നാച്ചുറലി അതിനെ പേടിക്കും. ഇപ്പോൾ ഇടിമിന്നലും ഇതൊക്കെ വരുമ്പോൾ പേടിക്കാത്ത കുട്ടികളില്ല, എല്ലാ കുട്ടികളും മിക്കവാറും പേടിക്കും. അതുകൊണ്ടാണ് അതിനൊരു ജനറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ബെൽ റിങ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കറിയാം സ്കൂൾ ബെൽ റിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് അറിയാം എന്താണ് സ്കൂൾ ബെല്ലടിക്കും, ഇന്ന സമയത്ത് സ്കൂൾ ബെല്ലടിക്കും, ക്ലാസ്സിൽ നിന്ന് പോവാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവർ എന്ത് ചെയ്യാണ്? റിങ്ങിങ് ഓഫ് ദ ബെല്ലിനെ എൻഡ് ഓഫ് ദ പീരീഡ് ആയിട്ട് അവർ കണക്ട് ചെയ്യണം. അടുത്തതാണ് SR ലേണിംഗ്. അപ്പോൾ സിഗ്നൽ ലേണിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് SR ലേണിംഗ്. ദാറ്റ് മീൻസ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അതായത് ലേണിംഗ് എ പ്രിസൈസ് റെസ്പോൺസ് ടു എ സ്പെസിഫിക് സ്റ്റിമുലസ്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റിമുലസിന് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ലേൺ ചെയ്യുന്നതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അതുപോലെ തന്നെ തോൺഡൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്
നമ്മൾ നിരന്തരം ഒരു നായേനെ പരിശീലിപ്പിക്കണം, അതിന് കൈ തരാൻ വേണ്ടിയിട്ട് ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൈ ഉയർത്തുന്നു, ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫൈനലി ഓണർ കൈ നീട്ടുമ്പോൾ തന്നെ ആ നായ എന്ത് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഡോഗ് എന്തിനു പഠിക്കുകയാണ്, ഷേക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. എഡ്യൂക്കേഷൻ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് ആൻസേഴ്സ് കറക്റ്റ്ലി ആഫ്റ്റർ ബീങ് റെയിൻഫോഴ്സ്ഡ് ബൈ ദ ടീച്ചർ സച്ച് ആസ് റൈറ്റിംഗ് 5 വെൻ ആസ്ക്ഡ് വാട്ട് 2+3 ഈസ്. അതായത് സബ്സ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ അഡീഷനോ ഒക്കെ നമ്മൾ പഠിക്കുന്നത് 2+3 എന്താണ് 5, 2+3 is 5 എന്ന് പറയും. അപ്പോൾ 1+1 എന്താണ് 2 എന്നൊക്കെ പറയുന്നത് കുട്ടികളിൽ നമ്മൾ റെയിൻഫോഴ്സ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ചെയിനിങ്, മോട്ടർ ഓർ വെർബൽ ചെയിനിങ് എന്ന് പറയുന്നത്. അതായത് മോട്ടർ ആക്ടിവിറ്റി ആയിരിക്കും, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ വെർബൽ ആക്ടിവിറ്റി ആയിരിക്കും. ചെയിനിങ്ങിൽ മോട്ടർ ആക്ടിവിറ്റിയും വരും, വെർബൽ ആക്ടിവിറ്റിയും വരും. അതായത് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻ ആണ്. എല്ലാ റെസ്പോൺസും ഒരു സ്റ്റിമുലസ് ഫോർ ദ നെക്സ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനിപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഷൂ ലേസ് കിട്ടുക അല്ലെങ്കിൽ ടൈ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഫിക്സഡ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ഷൂ ഇടണം, നമ്മൾ ടൈ കെട്ടണം, പിന്നെ അത് കുട്ടികളെ കണ്ടിട്ടില്ല, അവരത് അഴിക്കും, അവർക്ക് തോന്നുന്നത് പ്രോപ്പർ അല്ല, അവരഴിക്കും, അത് കെട്ടും. അതുപോലെ ടൈ കെട്ടുന്നത്, ഇതൊക്കെ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് അതിലുണ്ട്. അപ്പോൾ അത് ഈ ചെയിനിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി ലേണിങ്ങിലാണെങ്കിൽ ഈ സെൻറ്റൻസസ് റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലെറ്റേഴ്സ് പഠിച്ചിരിക്കണം, വേർഡ്സ് പഠിച്ചിരിക്കണം, അതിനെ മീനിങ് ഫുൾ സെൻറ്റൻസസ് ആക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നതാണ് ചെയിനിങ്. ഇത് വെർബലിൻ്റെ എക്സാമ്പിളാണ്, ഇത് മോട്ടറിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് വെർബൽ അസോസിയേഷൻ, അതായത് ലേണിംഗ് വെർബൽ ചെയിൻസ് ത്രൂ റിപ്പിറ്റേഷൻ ആൻഡ് മെമ്മറൈസേഷൻ. അതായത് ഒരു ആൽഫബറ്റ് ആവാം, ഒരു ABCDEFGHJK അങ്ങനെ ഒരു ആൽഫബറ്റ് ലേണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോയം ലേണിംഗ് ആയിരിക്കാം. അതവർ വെർബൽ ചെയിനിലൂടെ, അതൊരു ത്രൂ മ്യൂസിക്കോ അല്ലെങ്കിൽ ത്രൂ പർട്ടിക്കുലർ മെത്തഡ് ഓഫ് റെസിറ്റേഷനിലൂടെ അവർ പഠിക്കുന്നു. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ കുട്ടികൾ മെമ്മറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് വേർഡ്സ് ലൈക്ക് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ നമ്മൾ റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മെമ്മറൈസേഷനിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. 5th വണ്ണാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. അതായത് സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലി തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പം ബിയും ഡിയും ഒക്കെ തിരിഞ്ഞു പോകാറുണ്ട് ഒരു പ്രായത്തിൽ. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അവരൊരു പെർട്ടിക്കുലർ പീരീഡിന് ശേഷമായിരിക്കാം പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദർ, ദയർ ആൻഡ് ദേ ആർ. ഇപ്പോൾ ദർ, ദയർ, ദേ ആർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, കാരണം ഇതൊക്കെ സിമിലർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അവർ അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം, ആ ഒരു ലെവലിനെ. ഓക്കെ, അടുത്താണ് കോൺസെപ്റ്റ് ലേണിംഗ്. അതായത് കുട്ടികൾക്കൊരു ഏജ് വരെ നമ്മൾ കോൺക്രീറ്റ് ലെവൽ ഓഫ് കാര്യങ്ങളായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഒന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ കോൺസെപ്റ്റ് ലേണിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേണിംഗ് ടു റെസ്പോണ്ട് ടു എ ക്ലാസ് ഓഫ് സ്റ്റിമുലി ദാറ്റ് ഷെയർ കോമൺ ഫീച്ചേഴ്സ് അട്രിബ്യൂട്ട്സ്. അത് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെ ഉള്ള കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പോൾ ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയേഴ്സ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ വർക്ക്ഷീറ്റ്സൊക്കെ നമ്മൾ ഇപ്പം കുട്ടികളുടെ മാസികകളാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാം ഇത് ട്രയാങ്കിളാണ്, അപ്പോൾ ഐഡൻറ്റിഫൈ ദ ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ കളർ ബ്ലൂ ടു ദ ട്രയാങ്കിൾസ് ദാറ്റ് യു കൻ ഐഡൻറ്റിഫൈ ഇൻ ദിസ് പിക്ചർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കളർ കൊടുക്കാതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു പിക്ചർ കൊടുക്കും, എന്നിട്ട് ട്രയാങ്കിളിന് ബ്ലൂ കളർ കൊടുക്കുക, റൗണ്ടിന് യെല്ലോ കളർ കൊടുക്കുക, അല്ലെങ്കിൽ സർക്കിളിന് യെല്ലോ കളർ കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കോൺസെപ്റ്റ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നൗൺ എന്ന് പറഞ്ഞാൽ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതാണ് പ്രിൻസിപ്പൽ ലേണിംഗ്. പ്രിൻസിപ്പൽ ലേണിങ്ങിൽ എന്താണെന്ന് പറഞ്ഞാൽ ലേണിംഗ് ടു അപ്ലൈ റൂൾസ് ഓർ ജനറലൈസേഷൻസ് ഇൻവോൾവിങ് റിലേഷൻഷിപ്സ് എമംഗ് കോൺസെപ്റ്റ്സ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു മാസ് ആൻഡ് ആക്സിലറേഷൻ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പൽ ലേണിംഗ് ആണ്. അതുപോലെ തന്നെ അപ്ലൈയിങ് ദ റൂൾ വെൻ മൾട്ടിപ്ലൈയിങ് 2 നെഗറ്റീവ് നമ്പേഴ്സ് ദ പ്രൊഡക്റ്റ് ഈസ് പോസിറ്റീവ് എന്നൊക്കെ മനസ്സിലാക്കുന്നതും എഡ്യൂക്കേഷണൽ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലം സോൾവിങ്, the highest form of learning that involves using previously learned concepts and principles to solve new and unfamiliar problems. ഈ ഇദ്ദേഹത്തിൻ്റെ ചാർട്ടിലെ ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അതായത് മുൻപ് പഠിച്ചിട്ടുള്ള പ്രീവിയസ്ലി ലേൺഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും യൂസ് ചെയ്തിട്ട് പുതിയ പ്രശ്നങ്ങൾ, അൺഫെമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു വേർഡ് പ്രോബ്ലം ഇൻ മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റൂൾസും റീസണിങ്ങും നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടി വരും. ഒരു ക്രിട്ടിക്കൽ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് പല കോൺസെപ്റ്റ്സും ആർഗ്യുമെൻറ്റ്സും കൺക്ലൂഷൻസും ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയാം.
ഇനി ഗാഗ്നയുടെ തിയറിയുടെ എഡ്യൂക്കേഷൻ്റെ ഇംപ്ലിക്കേഷൻ. ഇപ്പോൾ ഗാഗ്നയുടെ തിയറി പ്രൊവൈഡ് ചെയ്യുന്നത് ഇഫക്റ്റീവ് ടീച്ചിങ്ങിന് വേണ്ട പല ഗൈഡ് ലൈൻസും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കരിക്കുലം ഡിസൈൻ, ലെസൺ പ്ലാനിങ്, ക്ലാസ് റൂം ടീച്ചിങ് സ്ട്രാറ്റജീസിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലായിരിക്കണം. സിമ്പിൾ ബേസിക് കാര്യങ്ങളിൽ നിന്നും തുടങ്ങി അഡ്വാൻസ്ഡ് കോംപ്ലക്സ് ടാസ്കിലേക്ക് നമുക്ക് പോവാം. ഇനി ലെസൺ പ്ലാനിങ് എന്ന് പറയുന്നത് ലേണിംഗ് ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ വെർബൽ അസോസിയേഷൻ ഒക്കെ ആണെങ്കിൽ അവിടെ റോട്ട് ലേണിംഗ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ. ഓക്കെ, ഇപ്പോൾ കോൺസെപ്റ്റ് ലേണിങ്ങിനൊക്കെ ഇൻക്വയറി മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇനി റെഡിനെസ്സും അതുപോലെ തന്നെ മറ്റ് പ്രീ റിക്വസ്റ്റ്സും, അതായത് കുട്ടികൾ എന്തായിരിക്കണം, ദേ ആർ റെഡി ടു ലേൺ ദ ന്യൂ മെറ്റീരിയൽ. അതുപോലെ തന്നെ മുൻപ് പഠിച്ച കാര്യങ്ങളും ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബ്രിഡ്ജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടീച്ചിങ് ആയിരിക്കണം. നമ്മുടെ ലെസൺ എന്ന് പറയുന്നത് ലോജിക്കലി സീക്വൻസ്ഡ് ആയിരിക്കണം. ക്ലിയർ സ്റ്റെപ്സ് വേണം, ഔട്ട്കംസ് വേണം. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് ആണ് എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിൾ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോണ്ടേക്കിൻ്റെ ഇതിൽ കണ്ടു. അതായത് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ മാസ്റ്ററി ലെവൽസ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചില ക്ലാസ്സിലെ കുട്ടികൾ നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ലെവലിനനുസരിച്ചിട്ടായിരിക്കണം. അപ്പോൾ ചില കുട്ടികൾ അത്രയും നന്നായിട്ട് പെർഫോം ആവുന്നവരാകില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് കുറച്ച് എക്സ്ട്രാ പ്രാക്ടീസ് ടൈമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി യൂസ് ഓഫ് ദ ടാസ്ക് അനാലിസിസ്, ബ്രേക്ക് കോംപ്ലക്സ് ടാസ്ക് ഇൻ ടു മാനേജബിൾ സ്റ്റെപ്സ് ഓർ സബ് സ്കിൽസ്. ഇപ്പോൾ എസ്സേ റൈറ്റിംഗ് ഈ പറയുന്ന പോലെ പഠിക്കുക. ആദ്യം സെൻറ്റൻസ് ഫോർമേഷൻ, പാരഗ്രാഫ് റൈറ്റിംഗ്, ഫൈനലി ഹൗ ടു ഓർഗനൈസ് എസ്സേ എന്നുള്ളത് പഠിക്കുക. അതായത് ഒറ്റയടിക്ക് ഇങ്ങനെയാണ് എസ്സേ എഴുതേണ്ടതെന്ന് പറയാതെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുക. റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ റെസ്പോൺസസിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. SR ലേണിംഗ് ആൻഡ് ട്രെയിനിങ്ങിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. ഇനി യൂസ് ഓഫ് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ്. ഇപ്പോൾ കോൺസെപ്റ്റ് നമ്മൾ ലേൺ ചെയ്യാനായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കോൺസെപ്റ്റ് പെട്ടെന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി മാമൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാമൽസിനെ എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർ ഇപ്പോൾ ലേൺ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ ഏതൊരു പുതിയ സിറ്റുവേഷൻസിലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഇപ്പം നോളജ് ഓഫ് ഗ്രാവിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സയൻസ് എക്സ്പെരിമെൻറ്റ്സിൽ അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഹയർ ഓർഡർ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്യാം, കേസ് സ്റ്റഡീസ് യൂസ് ചെയ്യാം, പ്രോജക്ട്സ് യൂസ് ചെയ്യാം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഒക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ലേണിംഗ് കണ്ടീഷൻസ് കൊളാബറേറ്റ് ചെയ്യണം. അതായത് ഇൻറ്റേർണൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മെൻ്റൽ എബിലിറ്റീസ് ലൈക്ക് അറ്റൻഷൻ, മെമ്മറി, മോട്ടിവേഷൻ. എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ടീച്ചിങ് എയ്ഡ്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് റിസോഴ്സസ്. ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ഫോർ എഫക്റ്റീവ് ലേണിംഗ്. ഇനി അടുത്തത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്, അതായത് കണ്ടിന്യൂസ് അസസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഏത് ലെവലിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള അസസ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് യൂസ് ചെയ്യാം, MCQ യൂസ് ചെയ്യാം, എസ്സേ, പ്രോജക്ട്സ്, അസൈൻമെൻറ്റ്സ് ഒക്കെ ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഏതൊരു ടെക്സ്റ്റിലാണെങ്കിലും എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അത് കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. മോട്ടിവേഷൻ വേണം, എൻഗേജ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രോഗ്രസ്സിനെ ഓരോ ലേണറും പ്രോഗ്രസ് ചെയ്യുന്ന പേസ് എന്ന് പറയുന്നത് അവരുടെ ഓൺ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. സ്കാഫോൾഡിങ്ങും അഡീഷണൽ സപ്പോർട്ടിങ്ങും വീക്കർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഈ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ഗാഗ്നയുടെ തിയറി ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ച് ടു ഇൻസ്ട്രക്ഷനാണ്. ലേണിങ്ങിന് പല ഡിസ്റ്റൻസ് സ്റ്റേജസ് ഉണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിയറി യൂസ് ചെയ്ത് ടീച്ചേഴ്സ് ഡിസൈനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം. ഡിസൈനേഴ്സ് ഇൻ ദ മീൻസ് ഡിസൈനേഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ ലെവൽ അനുസരിച്ചിട്ടുള്ള പ്രോഗ്രസ് ആയിരിക്കണം കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. കരിക്കുലം ഡെവലപ്മെൻറ്റ്, ലെസൺ പ്ലാനിങ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഡിസൈൻ, ഇതിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട് ഫോർ എഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ ടീച്ചിങ്. ഓക്കെ, താങ്ക് യു.